നമസ്കാരം. ജ്യോതിഷപ്രകാരം 27 നക്ഷത്രങ്ങളുണ്ട്. ഈ 27 നക്ഷത്രക്കാർക്കും വിഭിന്നമായ ഐശ്വര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു. ജീവിതത്തിൻ്റെ പല സമയങ്ങളിലും ഇത്തരത്തിൽ അവരെ തേടി സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം. എന്നാൽ കാർത്തിക നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് അവരുടെ വീടുകളിലും ഇത്തരത്തിൽ കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെ പറയാം. അത്തരത്തിൽ കാർത്തിക നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ഐശ്വര്യങ്ങൾ അത് ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ തല കുനിക്കാത്തവരാകുന്നു. ആരുടെ മുൻപിലും ഒരു കാര്യത്തിനും തല കുനിക്കരുത് എന്ന ചിന്താഗതി ഉള്ളവരാണ് പൊതുവെ കാർത്തിക നക്ഷത്രക്കാരായ വ്യക്തികൾ. ആരും ഇവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടുന്നതും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരുടെ ജീവിതത്തിലേക്ക് മറ്റുള്ളവർ വന്നു ചേരുന്നത് തീരെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇവർ പ്രോത്സാഹിപ്പിക്കാറില്ല എന്നതും കാർത്തിക നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയായി തന്നെ പറയാം. എന്നാൽ ഇവർ പുറമേ നോക്കുകയാണ് എങ്കിൽ വളരെയധികം ധൈര്യമുള്ളവരുടെ പോലെ പെരുമാറുന്നവരാകുന്നു. മറ്റുള്ളവർ പോലും ഇവർക്ക് വളരെ ധൈര്യമുണ്ട് എന്ന് കരുതുന്നവരാകുന്നു. എന്നാൽ നോക്കുകയാണ് എങ്കിൽ മനസ്സ് വളരെയധികം ലോലമാണ് എന്ന് തന്നെ പറയാം. പെട്ടെന്ന് വിഷമങ്ങൾ വന്ന് ചേരുന്നവരാകുന്നു. പുറമേ കാണിക്കുന്ന ധൈര്യം മനസ്സിൽ ഇല്ല എന്നത് കാർത്തിക നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയായി തന്നെ പറയാം. മറ്റുള്ളവരുടെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കുവാൻ പ്രത്യേകമായ കഴിവ് കാർത്തിക നക്ഷത്രക്കാർക്കുണ്ട്. മറ്റുള്ളവർ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരിലേക്ക് ആകൃഷ്ടരാകും എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. അതിവരുടെ സ്വഭാവ സവിശേഷതകൾ, ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ, അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുവാനോ ആകൃഷ്ടരാക്കുവാനോ സാധിക്കുന്നവരാണ് പൊതുവെ കാർത്തിക നക്ഷത്രക്കാരായ വ്യക്തികൾ. എന്തും ചെയ്യുവാനൊരു ധൈര്യം ഇവർക്ക് പൊതുവെ വന്ന് ചേരുന്നതാകുന്നു. അത് ചെയ്താൽ നഷ്ടം സംഭവിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ പലപ്പോഴും ചിന്തിക്കാറില്ല എങ്കിൽ പോലും പല കാര്യങ്ങളും ഇവർ ധൈര്യപൂർവ്വം ചെയ്യുന്നവരാകുന്നു. അത് ഇവരുടെ പൊതുവെ കാർത്തിക നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയായി തന്നെ പറയാം. മറ്റൊരു വ്യക്തിയെ ഉപദേശിക്കുവാനും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരുവാൻ സഹായകരമായ വഴികൾ പറഞ്ഞ് നൽകുവാനും പ്രത്യേകമായ കഴിവ് കാർത്തിക നക്ഷത്രക്കാർക്കുണ്ട് എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയാം. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാമ്പത്തികപരമായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ ഇവർ പുലർത്തേണ്ടതാകുന്നു. സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് പൊതുവെ കടന്ന് വരുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ. എന്നാൽ സാമ്പത്തികപരമായ നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യത കൂടുതലുള്ളവരാണ് ഇവർ എന്ന് തന്നെ പറയാം. തങ്ങളുടെ അശ്രദ്ധയാൽ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളാൽ ഇവർക്ക് സാമ്പത്തികപരമായ നഷ്ടങ്ങൾ, ഇവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾ നഷ്ടപ്പെടുക, അതിനെല്ലാം സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ കാർത്തിക നക്ഷത്രക്കാർ സാമ്പത്തികപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ 2 വട്ടം ആലോചിച്ച് മുൻപോട്ട് പോകേണ്ടതാകുന്നു. അതല്ല എങ്കിൽ ധനപരമായ നഷ്ടങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും സാമ്പത്തികപരമായി ചതിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം ഇവർ പൊതുവെ ഓർത്തിരിക്കേണ്ടതാകുന്നു. ആത്മവിശ്വാസം പല അവസരങ്ങളിലും ഇവർക്ക് ഉയരുന്നതാകുന്നു. ആത്മവിശ്വാസം ഉള്ളവരാണ് ഇവർ എന്ന് തന്നെ പറയാം. ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളെ സമീപിക്കുകയും അതിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നവരാണ് പൊതുവെ കാർത്തിക നക്ഷത്രക്കാരായ വ്യക്തികൾ. പൊതുവെ പ്രതികരിക്കുന്നവരാണ് എന്നതും ഇവരുടെ പ്രത്യേകതയാകുന്നു. ഏത് കാര്യത്തോടും പ്രതികരിക്കുവാൻ ഇവർക്ക് പല അവസരങ്ങളിലും സാധിക്കും. ചില അവസരങ്ങളിൽ പ്രതികരിക്കുവാൻ വൈകിപ്പോയി എന്ന് ഇവർക്ക് തോന്നുന്നതുമാകുന്നു. സമൂഹത്തിൽ നന്നായി ഇടപെടുന്നവരാണ് പൊതുവെ കാർത്തിക നക്ഷത്രക്കാരായ വ്യക്തികൾ. മറ്റുള്ളവരുടെ അടുത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുവാനും അത് എപ്പോഴും നിലനിർത്തുവാനും ആ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും പ്രത്യേകമായ കഴിവ് കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവെ ഉണ്ട് എന്ന് തന്നെ പറയാം. ഈശ്വര വിശ്വാസികളാണ് എന്നതും കാർത്തിക നക്ഷത്രക്കാരുടെ പ്രത്യേകതയാകുന്നു. കൂടാതെ ഇത്തരം കാര്യങ്ങൾക്കായി, അതായത്
ആധ്യാത്മികമായ കാര്യങ്ങൾക്കായി പൊതുവെ സമയം മാറ്റി വയ്ക്കുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ എന്ന് തന്നെ പറയാം. ഇതിലൂടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ബിസിനസ് പരമായി നോക്കുകയാണ് എങ്കിൽ, ബിസിനസ് ചെയ്യുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാരെങ്കിൽ തീർച്ചയായും അവർക്ക് ബിസിനസ് പരമായി നേട്ടങ്ങൾ വന്നു ചേരാം. പല അവസരങ്ങളിലും നഷ്ടങ്ങൾ സംഭവിക്കും എങ്കിൽ പോലും ജീവിതത്തിലേക്ക് ലാഭം നേടിയെടുക്കുവാൻ, ബിസിനസ് പരമായി ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാരായ വ്യക്തികൾ എന്ന് തന്നെ പറയാം. കലാമേഖലകളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ, അഥവാ കലയിൽ വളരെയധികം ഉയർച്ച നേടുവാനും ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നവരാണ് പൊതുവെ കാർത്തിക നക്ഷത്രക്കാരായ വ്യക്തികൾ. കലാമേഖലകളിൽ നിന്നും സാമ്പത്തികപരമായ ലാഭങ്ങൾ, അതേപോലെ തന്നെ പ്രശസ്തി എന്നിവ നേടിയെടുക്കുവാൻ പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാകുന്നു. പുരുഷന്മാരുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ, ഈ നക്ഷത്രക്കാരായ പുരുഷന്മാർക്ക് പൊതുവെ കുടുംബജീവിതം ഏറ്റവും സുഖകരമായി തന്നെ മാറും. ചെറിയ തർക്കങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കാർത്തിക നക്ഷത്രക്കാരായ സ്ത്രീകളെക്കാൾ കുടുംബജീവിതം ഏറ്റവും സുഖകരമായി മാറുക കാർത്തിക നക്ഷത്രക്കാരായ പുരുഷന്മാരുടെ ദാമ്പത്യ ജീവിതമാകുന്നു. എന്നാൽ ചെറുപ്പവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ, ഇവർക്ക് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടതായി വരാം. ചെറുപ്പത്തിൽ പല തരത്തിലുള്ള രോഗപീഠകൾ ഇവർക്ക് വന്നു ചേരും. അത് ഇവരുടെ ജീവിതത്തിൽ വളരെ വിഷമങ്ങൾ സമ്മാനിക്കുന്ന കാര്യങ്ങളാകുന്നു. അത്തരത്തിൽ രോഗങ്ങളെ ഇവർക്ക് പ്രതിരോധിച്ച് മുന്നോട്ട് പോകേണ്ടതായ അവസ്ഥ ചെറുപ്പത്തിൽ വന്ന് ചേരുന്നതാകുന്നു. പല രീതിയിലുള്ള പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് കടന്നു വരും. കൂടാതെ സാമ്പത്തികപരമായ ക്ലേശങ്ങൾ ജീവിതത്തിൽ ഇവരെ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിന് കാരണമായി തീരും. സാമ്പത്തികപരമായ നഷ്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അതിനാൽ തന്നെ ഈ സമയം ഇവർ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാകുന്നു. ഇത്തരം കാര്യങ്ങൾ പ്രധാനമായും ഇവരുടെ വീടുമായി ബന്ധപ്പെട്ടും ഇവരുടെ വീട്ടിലെ അംഗങ്ങൾക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതായി വരും എന്ന കാര്യവും ഓർക്കേണ്ടതാണ്. എന്നാൽ 14 വയസ്സിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ ഉയർച്ച സ്വന്തമാക്കുവാൻ സാധിക്കുന്ന, അഥവാ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനാൽ 14 വയസ്സിന് മുൻപുള്ള സമയം ഇവരുടെ ജീവിതത്തിൽ പ്രധാനമായും ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾ വന്നു ചേരുകയും 14 വയസ്സിന് ശേഷം വിദ്യയിൽ വളരെയധികം ഉയർച്ച നേടുക, അതേപോലെ തന്നെ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ സ്വന്തമാക്കുക, കുടുംബത്തിന് ഐശ്വര്യം നൽകുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനാൽ കാർത്തിക നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ അവർക്ക് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു. ഈ പരാമർശിച്ചിരിക്കുന്നത് എല്ലാം തന്നെ പൊതുഫലപ്രകാരമാകുന്നു. എന്നിരുന്നാലും ഒരു 70-80% വ്യക്തികൾക്കും ഇത്തരത്തിലുള്ള ഫലങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. എന്നാൽ നിങ്ങളുടെ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്.